ഹായ് വ്യൂവേഴ്സ്, ഇനി നെക്ക് ഫിനിഷ് ചെയ്യാൻ ഹെമ്മിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ ട്രിക്കൊന്ന് ഫോളോ ചെയ്ത് നോക്ക്. പലർക്കും മടിയുള്ളൊരു കാര്യമാണല്ലേ ഹെമ്മിങ് ചെയ്യുന്നത്. എന്നാൽ മെഷീൻ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ സ്ക്വയർ നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ക്യാൻവാസ് ഷീറ്റ് എടുക്കുക. നമുക്ക് നെക്കിൽ വേണ്ടുന്ന ലെങ്തും അതേപോലെ തന്നെ വിഡ്ത്തും നമ്മൾ അടയാളപ്പെടുത്തുക. 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക കേട്ടോ. മുകളിൽ ഒരു 1/2 ഇഞ്ച് നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വിടാൻ പാടുള്ളൂ. എന്നിട്ട് ഇതേപോലെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുക. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ പുറമേ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. പുറത്തൂടെ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമ്മൾ ഉള്ളിൽ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് മാറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ നെക്ക് വിടുത്ത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി കൂടിപ്പോവും. അത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിലൊരു 1/2 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതൊരു ക്ലോത്തിലേക്ക് നമ്മൾ ഒട്ടിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് മിഡിൽ ഭാഗത്ത് ഒരു ഇത് കട്ട് ചെയ്ത് വിടുക. എന്നിട്ട് നമ്മളിതൊരു ക്ലോത്തിലേക്ക് ഒട്ടിച്ചെടുക്കും. അതിനുശേഷം നമ്മളിത് സൈഡിലൂടെ ഇങ്ങനെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വിടുക. അതിനുശേഷം ഇതൊരു നമ്മുടെ മെയിൻ ക്ലോത്തിൽ നല്ല വശത്ത് വേണം വെച്ച് ചെയ്യാൻ വേണ്ടി. നല്ല വശത്തോടെ കൂട്ടി വെച്ചതിന് ശേഷം ആ ക്യാൻവാസിൻ്റെ അരികത്തൂടെ തയ്ച്ച് പോവുക. അതിനുശേഷം ഇത് ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. നോക്കിയിട്ട് അതിൻ്റെ കോർണർ ഭാഗത്ത് കുറച്ച് നന്നായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. കറക്റ്റായിട്ട് തിരിഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വിടുക. എന്നിട്ട് ഇത് തിരിച്ചിട്ടിട്ട് നമ്മൾ എങ്ങനെയാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ലൈനിങ്ങിലാണ് ഇതിൻ്റെ സ്റ്റിച്ച് പോകേണ്ടത് കേട്ടോ. ഈ കാണിക്കുന്ന വശത്തോട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വിടണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ കിട്ടി. അപ്പോൾ നമുക്കിതൊന്നും ഹെമ്മിങ് ഒന്നും ചെയ്യാതെ ഇത്ര കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ടിപ്സിന് വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. താങ്ക് യു.